എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ്cherrypicks. നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ മുട്ടക്കറികളും നിങ്ങൾ ഹിറ്റാക്കിയിട്ടുണ്ട്. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഞങ്ങളുടെ നാട്ടിലെ ഹൈദരാബാദി സ്റ്റൈൽ എഗ് കോർമയുടെ റെസിപ്പിയാണ് നിസാമി എഗ് കോർമ. വളരെ റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. പൊറോട്ടയുടെയും ഫുൽക്കയുടെയും റൊട്ടിയുടെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ഉണ്ടാക്കുന്നത് നമ്മുടെ രീതിയിലല്ല, തികച്ചും വ്യത്യസ്തമായിട്ടാണ്, എന്നാൽ വളരെ എളുപ്പത്തിലുമാണ്. സാധാരണ ഇത് ഒരുപാട് എണ്ണ ഉപയോഗിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മുകളിൽ ഇങ്ങനെ ഒരു എണ്ണയുടെ ലെയർ തന്നെ കാണും. ഞാനിന്ന് അത്ര എണ്ണ ഉപയോഗിക്കാതാണിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് തയ്യാറാക്കി വെക്കണം. 2 ചെറിയ സവാളയുള്ളി വേണം. 1/2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി കഷ്ണവും 6 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് 3 പച്ചമുളക് കൂടി വേണം. പച്ചമുളക് നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാനുള്ളതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം തന്നെ ഒന്ന് ചതച്ച് മാറ്റി വെക്കുക. സവാളയുള്ളി സ്ലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിന്നിപ്പം ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നമ്മുടെ സാധാരണ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്താലും മതി. ഇനി രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കൊപ്ര ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ പോപ്പി സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് ചേർത്ത് കൊടുത്താലും മതി. 1.5 ടീസ്പൂൺ. ആദ്യം ചേർത്തത് ടേബിൾ സ്പൂണാണ്, ഇത് ടീസ്പൂണാണ് യൂസ് ചെയ്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, പച്ചക്കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. 5-6 കാഷ്യൂ നട്ട്സ്, കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്നതോടെ നമ്മളിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് അതൊന്ന് ഇളക്കിയിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നല്ലപോലെ തണുത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് നമുക്ക് വളരെ കുറച്ച് 1/2 ടേബിൾ സ്പൂൺ മാത്രം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതോടെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. ക്രിസ്പി ആവേണ്ടതോ അല്ലെങ്കിൽ അങ്ങ് ചുരുങ്ങി പോകേണ്ടതോ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതും നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നല്ലപോലെ തണുത്തതിന് ശേഷം ഇത് രണ്ടും നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരു പ്രാവശ്യം ഒന്ന് അരച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല സ്മൂത്തായിട്ടൊരു ഫൈൻ പേസ്റ്റ് പോലെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്, തരികളൊന്നും ഇല്ലാതെ. ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ചധികം എണ്ണ ചേർത്ത് കൊടുക്കാം. ഇവിടെയൊക്കെ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 4.5 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാണ് ഒരു മിനിമം എണ്ണ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ കൂടി എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 2 ചെറിയ കഷ്ണം പട്ട, 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു, 1 കഷ്ണം ബേ ലീവ്സ്, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ നല്ലൊരു മണം വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഒരു 1-1.25 ടീസ്പൂണോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാനായിട്ട്. മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ജാർ ഞാനവിടെ നിന്ന് മാറ്റി വെക്കുവാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 മിനിറ്റ് എങ്കിലും നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ നിന്നിങ്ങനെ എണ്ണ ഊർന്നിറങ്ങാൻ തുടങ്ങും. ആ ഒരു പരുവത്തിന് നമ്മളിത് വഴറ്റിയെടുക്കണം. നമ്മളിത് വഴറ്റിയെടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. സൈഡിൽ നിന്ന് ഇതുപോലെ എണ്ണയൊക്കെ ഊർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. ഈ ഒരു പരുവം വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്, ഇത്രയുമാണ് നമ്മളിപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇത്രയും ചേർത്ത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച് മിക്സിയുടെ ജാറ് കഴുകി 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ചേർത്ത് കൊടുക്കുമ്പം നല്ലപോലെ ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പം ധൃതിക്ക് ജസ്റ്റ് സ്പൂൺ വെച്ച് മാത്രം ഒന്ന് ഉടച്ചിട്ടേ ഉള്ളൂ. നിങ്ങളൊരു വിസ്ക് വെച്ച് തന്നെ ഒന്ന് ഉടച്ചിട്ട് അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചിട്ട് 1/2 കപ്പ് തൈര്, ഒരു 100 ഗ്രാം തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ കറിയിൽ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല, പുളിക്കായിട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്, നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം.
അതോടൊപ്പം തന്നെ പുഴുങ്ങിയ മുട്ട ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതേ ഗ്രേവിക്കായിട്ട് 5-6 മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ട പുഴുങ്ങാൻ നേരം ഉപ്പിട്ട് പുഴുങ്ങുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയതിന് ശേഷം ഐസ് വെള്ളത്തിൽ ഇട്ടാൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും വളരെ കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കാം. പുതിനയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പുതിനയില ചേർക്കണം എന്നില്ല. ഇവിടെ കിട്ടുമ്പോഴെല്ലാം ഇങ്ങനെ പുതിനയില ചേർത്താണ് കറികൾ കിട്ടുന്നത്. എനിക്കും അത്ര താല്പര്യമില്ല. ഇനി നമുക്കിതിലേക്ക് ആദ്യം എടുത്തു വെച്ച 3 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കാനായിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ മുട്ടയിലേക്ക് ഗ്രേവിയൊക്കെ പിടിച്ച് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമ്മുടെ കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നതാണ് ഒരു പരുവമെന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മളിത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. ഇങ്ങനെ വെക്കുന്ന മുട്ടക്കറിയിലെ മുട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ മുട്ടക്കറിയിൽ മുട്ടയ്ക്കധികം ഫ്ലേവറൊന്നും കാണാറില്ല, പക്ഷേ ഈ മുട്ടയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കുറിക്കാൻ മതിയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിർത്താവുന്നതാണ്. ഞാനിത് കുറച്ചും കൂടെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. മൊത്തം ഒരു 10-12 മിനിറ്റാണ് ലോ ഫ്ലെയിമിൽ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മുകളിൽ വന്ന് കിടക്കണം. ഇവിടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എണ്ണ മുകളിൽ മൊത്തം നിറഞ്ഞ് നിൽക്കും. നമ്മളിപ്പോൾ ഒത്തിരി എണ്ണ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഈ കറിക്ക് വേണ്ടിയിട്ട് ഒരുപാട് എണ്ണ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഇഷ്ടമാകാറുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ ഒരു 1/4 ഭാഗം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പൊറോട്ടയുടെയും റൊട്ടിയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ്. ഒരു ധാബ സ്റ്റൈൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഒരു ധാബ സ്റ്റൈൽ നോർത്ത് ഇന്ത്യൻ കറികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.